ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഷാരോൺ ജെയിംസ്. ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയി ഒരു പടം കണ്ടു. അതിൻ്റെ ചില വിശേഷം നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. സാധാരണഗതിയിൽ ഞാൻ 5 തൊട്ട് 8 പടങ്ങൾ വരെ ഒരു മാസത്തിൽ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഒന്നിനും ഞാൻ റിവ്യൂ ഇടാനോ അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് കമൻസ് അടിക്കാനോ ഒന്നും നിൽക്കാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മെനക്കെടാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ചില പടങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ചില വിശേഷങ്ങൾ നമുക്ക് കൂട്ടുകാരോട് പങ്കുവയ്ക്കാൻ തോന്നില്ലേ? അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ക്യാമറയ്ക്ക് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വിനീതമായ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഈ പടത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇരിക്കുന്നത്. ഈ പടമായിട്ട് എനിക്ക് യാതൊരു പേഴ്സണലി യാതൊരു കണക്ഷനും ഇല്ല. ഈ പടത്തിനെ പ്രൊമോട്ട് ചെയ്യാനോ ഡിമോട്ട് ചെയ്യാനോ സംഭവം ഒന്നുമല്ല ഇത്. എന്തായാലും എനിക്ക് ഈ പടത്തെക്കുറിച്ച് കൂടി സംസാരിക്കണം തോന്നി. ഏതാണ് പടം എന്ന് ചോദിച്ചാൽ, ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ മനു സുരാജ് എന്ന പുതിയൊരു ഡയറക്ടർ സംവിധാനം ചെയ്ത പടക്കളം എന്നുള്ളൊരു പടം ഞാൻ കഴിഞ്ഞ ദിവസം പോയി. ഇന്നലെ എൻ്റെ ഫസ്റ്റ് ഷോയിലും കാണാൻ പറ്റില്ല. ഫസ്റ്റ് ഡേ ലാസ്റ്റ് ഷോയാണ് ഞാൻ കാണാൻ കയറിയത്. പക്ഷേ തിയേറ്ററിൽ നിറച്ച ആളുണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാതെ അപ്രതീക്ഷിതമായ പടം കാണാൻ വേണ്ടി കയറിയപ്പോൾ ആ തിയേറ്റർ നിറച്ച് ഫില്ലായിട്ട് ആളെ കണ്ടപ്പോൾ ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയി. പക്ഷേ എന്തായാലും പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് തിയേറ്ററിൽ നിറയെ ആളുണ്ടായിരുന്നത്. പടക്കളം എന്നാണ് സിനിമയുടെ പേരെങ്കിലും അത് പടക്കളമല്ല, ഒരു ചിരിക്കളമായിരുന്നു. അതായത് തിയേറ്ററിൽ മുഴുവൻ ആളുകൾ കുത്തി മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഈ 2 മണിക്കൂർ 4 മിനിറ്റ് മുഴുവൻ നേരവും ആൾക്കാർ നന്നായിട്ട് എൻജോയ് ചെയ്ത നല്ല ഒരു കോമഡി എൻ്റർടൈനർ. നിങ്ങൾക്ക് ഈ വീക്കെൻഡിലോ എപ്പോഴെങ്കിലും ഒരു സിനിമ കാണാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണത്തിനും സമയത്തിനും തീർച്ചയായും പുറത്തായിരിക്കും ഈ സിനിമ പടക്കളം. ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു, നിങ്ങൾ ഉറപ്പായിട്ടും എൻജോയ് ചെയ്തിരിക്കും. അത് വലിയവരായാലും കുട്ടികളായാലും എല്ലാം ഒരുപോലെ കാണാൻ പറ്റിയ നല്ലൊരു ഫാമിലി എൻ്റർടൈനർ. പക്ഷേ അതൊരു ഫാൻറ്റസിയാണ്, ഫൺ ഫാൻറ്റസി റൈഡ്. അവരുടെ ടാഗ് ലൈൻ പറയുന്ന പോലെ അതൊരു നല്ല ഫൺ ഫാൻറ്റസി റൈഡായിരിക്കും. നിങ്ങൾക്കിത് കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കിത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാണാൻ പറ്റിയില്ലെങ്കിൽ OTT-യിലായാലും ചാനലിലായാലും എവിടെയായാലും നിങ്ങൾ ഈ പടം കാണണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഞാൻ അത്രയ്ക്ക് അത് എൻജോയ് ചെയ്തു. പിന്നെ ഈ സിനിമയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പോസിറ്റീവ് റിവ്യൂ ഇടുന്നു എന്ന് ചോദിച്ചാൽ പറയാനുള്ള ആൻസർ ഉള്ളൂ. ദിസ് സിനിമ ഡിസേർവ്സ് ഇറ്റ്. നമ്മൾ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാതെ, വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് 100 കോടി 200 കോടി ബഡ്ജറ്റ് ഇല്ലാതെ, ഹെലികോപ്റ്ററുകളും പ്ലെയിനുകളും എക്സ്പ്ലോഷൻസും ഇല്ലാതെ, കാർ ചേസുകൾ ഇല്ലാതെ, നമുക്ക് ഡ്രഗ്സിൻ്റെയും വയലൻസിൻ്റെയും വല്ലാത്ത ഇൻഫ്ലുവൻസ് ഇല്ലാതെ, നായകൻ തുടക്കം മുതൽ അവസാനം വരെ പുകവലിക്കുന്ന സിനിമകളില്ലാതെ, സ്ലോ മോഷനിൽ മാസ് മൂവ്മെൻറ്റുകൾ, നായകൻ്റെ മാസ് ആക്ഷൻസ് മാത്രം സ്ലോ മോഷനിൽ ഫില്ല് ചെയ്തിരിക്കുന്ന സിനിമകളല്ലാതെ ഇങ്ങനെയും ചില സിനിമകളുണ്ട്. അതായത് ചെറിയ ബഡ്ജറ്റിൽ വലിയ ഹൈപ്പില്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കാതെ പടം നമ്മൾ തിയേറ്ററിൽ ആളെ നിറയ്ക്കാൻ പറ്റുന്ന ചില പടങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകളുടെ പ്രേക്ഷകരുടെ മനസ്സ് നിറച്ച് അവർ സന്തോഷത്തോടെ അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തിയേറ്ററിൽ നിറക്കി വിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതല്ലേ ഹീറോയിസം. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ സുരാജ് ഏട്ടനും ഷറഫുദ്ദീനും 2 പേരും മത്സരിച്ച് തിമിർത്താടിയിരിക്കുന്ന ഒരു പടം എന്ന് തന്നെ പറയാം. വളരെ നാളുകൾക്ക് ശേഷം സുരാജേട്ടൻ നമ്മുടെ പഴയ ആ ഒരു കോമഡി സ്റ്റൈലിൽ, ആ കോമഡി ജോണറിൽ പുള്ളിയുടെ സ്വതസിദ്ധമായ അഭിനയ പാഠത്തിലൂടെ നമ്മളെ കുടുകൂടാ ചിരിപ്പിക്കുന്ന ആ ഒരു കോമഡി സ്റ്റൈലിൽ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഷറഫിൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടല്ലോ. അടുത്ത കാലങ്ങളിലൊക്കെ എന്തെങ്കിലും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് മനസ്സ് തോന്നി ചിരിക്കാൻ തോന്നിയിട്ടുള്ള വളരെ ചുരുക്കം പടങ്ങൾ എല്ലാത്തിലും തന്നെ ഷറഫുമായിരുന്നു അതിനകത്ത് ലീഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ കോമഡി ഹാൻഡിൽ ചെയ്തിരുന്നത്, കോമഡി ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്തിരുന്നെന്ന് ഞാൻ പറയും. ഇതിനു മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല പടമായിരുന്നു ഹലോ മമ്മി എന്ന് പറയുന്ന പടം. അതിൽ ഷറഫുദ്ദീനായിരുന്നു നായകൻ. ഈ പടത്തിനകത്ത് അദ്ദേഹം ചെയ്തിരിക്കുന്ന റോള് ഒരു രക്ഷയില്ല, പൊളപ്പൻ. അയാൾ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, അയാളുടെ ക്യാരക്ടറിന് ഉണ്ടായിരിക്കുന്ന ദ്വിമാനങ്ങൾ, അത് ഈ പറഞ്ഞിരിക്കുന്ന പല ക്യാരക്ടറിനും ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, അത് സ്പോയിലറായി പോകും. പക്ഷേ ആ ഉണ്ടാക്കുന്ന ട്രാൻസ്ഫോർമേഷനും അതിനകത്ത് എല്ലാത്തിനകത്തും കോമഡി ഫീൽ ചെയ്ത് ഓരോ സീനിലും ഓരോ ഷോട്ടിലും എത്രത്തോളം കോമഡി കൊണ്ടുവന്ന് നമ്മളെ ചിരിപ്പിക്കാൻ, നമുക്ക് തുരുതുര ചറപറ കോമഡി കണ്ട് ചിരിക്കാൻ പറ്റിയ ഒരു പടമാണ് ഈ പറഞ്ഞിരിക്കുന്ന പടക്കളം. സോ വൺസ് അഗെയിൻ ഹാറ്റ്സ് ഓഫ് ടു ദി ഡയറക്ടർ മനു സുരാജ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമാണെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസർ നമ്മുടെ വിജയ് ബാബു സാർ, ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രൊഡക്ഷൻസ്. അദ്ദേഹത്തിൻ്റെ കൂടെ വിജയ് സുബ്രഹ്മണ്യം എന്നൊരാൾ കൂടി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ റൈറ്റർ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ അപ്ലോസ് അർഹിക്കുന്നത് ഇവിടെ. റൈറ്റർ എന്ന് പറഞ്ഞാൽ 2 പേരാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നിതിൻ സി ബാബു എന്ന് പറയുന്ന റൈറ്ററും അതിൻ്റെ കൂടെ ഡയറക്ടർ മനു സ്വരാജ്. ഇത് ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റോറി, ആ സ്ക്രിപ്റ്റാണ് ഈ സിനിമയെ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മൾ ഇത്ര അനുഭവവേദ്യമാക്കുന്നതും.
ഇതിനകത്തുള്ള കോമഡികൾ, അതിൻ്റെ ഡയലോഗ് കോൺവെർസേഷണൽ കോമഡീസ് ഉണ്ട്, ഡയലോഗ് കോമഡി ഉണ്ട്, ആക്ഷൻ കോമഡി ഉണ്ട്, സിറ്റുവേഷൻ കോമഡീസ് ഉണ്ട്, സർക്കാസം ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയ നല്ല ഒരു സ്റ്റോറിയുടെ ബാക്ക് ബോണും ഉണ്ട്. പിന്നെ അതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് രാജേഷ് മുരുകേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുന്നു. എഡിറ്റിംഗ് വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ ക്യാമറ, സിനിമാറ്റോഗ്രാഫർ അനു തെക്കേടത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം ഗംഭീരം, ഉളപ്പൻ എന്നല്ലാതെ ഒന്നും പറയാനില്ല. മ്യൂസിക് വളരെ മനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു. ഇതിനകത്ത് രാംജി റാവു സ്പീക്കിങ്ങിലെ കളിക്കളം ഇനി കളിക്കളം എന്നുള്ള പടത്തിനെ നമ്മൾ കുറച്ച് പാട്ടിനെ ചെറുതായിട്ട് ചെത്തിമിനുക്കി വേറെ തരത്തിലാക്കി ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായിരുന്നു, നമ്മൾ ശരിക്കും ആസ്വദിച്ചു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫാന്റസി, ബോഡി കൺട്രോൾ, ബോഡി സ്വാപ്പ് എന്ന് പറയുന്ന സംഭവ കൺസെപ്റ്റുകളൊക്കെ ഇതിനകത്തുണ്ട്. എത്രത്തോളം പല സിനിമകളും മലയാളത്തിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അത് എത്രത്തോളം എല്ലാവർക്കും രുചിക്കുമെന്നുള്ളതും നമുക്ക് ചെറിയ സംശയമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇത് അത്ര മനോഹരമായി പ്രസന്റ് ചെയ്തിരിക്കുന്നത് നമുക്കതിനകത്ത് ഒരു റെപ്പറ്റീഷനോ അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു ബോറിങ്ങോ ഒന്നും ഫീൽ ചെയ്യാതെ നമുക്കിത് ആസ്വദിച്ചിരിക്കാൻ പറ്റും. വീണ്ടും ഫാന്റസി, ഇതൊക്കെ നടക്കുന്ന കാര്യം വല്ലതാണോ, ഇത് ലോജിക്കുള്ള കഥകൾ വല്ലതാണോ, ഇതൊക്കെ നടക്കുന്ന വല്ലതാണോ എന്ന് ചോദിക്കുന്നതോടെ എനിക്കൊന്നേ പറയാനുള്ളൂ. ഇത് ഈ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ന്യൂസ് ചാനലൊക്കെ വെച്ച് കണ്ടാൽ പോലെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാട് നോക്കിയാൽ പോലെ നമ്മൾ ഒരു യുണീക്ക് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറി കാണാൻ, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരു തലത്തിലോട്ട് വേറെ ലോകത്തോട്ട് യാത്ര ചെയ്യാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റിയ കഥകൾ. അത് ഫാന്റസി കഥകൾക്ക് എപ്പോഴും ആ ഒരു പവർ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജനറേഷനിൽ മായാവിയുടെയും ഡിങ്കന്റെയും കാലിയുടെയും ഒക്കെ കഥകൾ കേട്ടാണ് ഞങ്ങളെല്ലാവരും കേട്ടും വായിച്ചുമാണ് ഞങ്ങളെല്ലാവരും വളർന്നത്. അതുപോലെ നെക്സ്റ്റ് ജനറേഷനുകളെല്ലാം ഈ പറഞ്ഞ സൂപ്പർമാനും സ്പൈഡർമാനും ഹീമാനും തുടങ്ങി എല്ലാം ഫാന്റസി കഥകൾ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ജെൻസി ജനറേഷൻ ആണെങ്കിലും ഈ പറയുന്ന കഥാപാത്രങ്ങൾ പറഞ്ഞ എന്താണ് നരൂട്ടോ, ഗോക്കു, ഗോഹാൻ എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാർ അവർക്കും ഉണ്ട്. ഇതെല്ലാം ഫാന്റസി തന്നെയാണ്. ഫാന്റസി ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഇമാജിനറി വേൾഡിലോട്ട് ട്രാവൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളും ഒരു മനസ്സും ഉണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഏറ്റവും ഇതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് സ്ക്രീൻ പെർഫോമൻസ്. ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്തിരിക്കുന്നത് എത്ര ഗംഭീരമായിട്ടാണ് പറഞ്ഞാൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായി ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ പ്രിയങ്കരനായ സുരാജേട്ടൻ തകർത്താടിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ കടത്തി വെട്ടി ഈ കോമഡി ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഈ സിനിമയിൽ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഷറഫു ആണെന്ന് തന്നെ ഞാൻ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അനായാസമായ സ്വസിദ്ധമായ ശൈലിയിൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ കോമഡി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കഴിവ്. അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വിജ്ഞാന സവിശേഷതയുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ ഇതിനകത്ത് പലരും ചെയ്യുന്നത് അത് അദ്ദേഹം മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാ തലങ്ങളിലും അത് കോമഡിയും സീരിയസ് ആയിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറായിട്ടും നമ്മളെ പേടിപ്പിക്കുന്ന ക്യാരക്ടറായിട്ടും എല്ലാം പല തരത്തിൽ അദ്ദേഹം അഴിഞ്ഞാടുന്നുണ്ട്. ഷറഫുദ്ദീന് വളരെ റേഞ്ചുള്ള അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും എല്ലാം ഓർത്തിരിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിലുള്ളതെന്ന് പറയാം. ഇനി ഇതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്നത് മറ്റൊരു കഥാപാത്രമാണ്. 4 പുതുമുഖങ്ങൾ അഭിനയിക്കുന്നുണ്ട്. ആ 4 പുതുമുഖങ്ങൾ പറയാൻ പറ്റില്ല. അതിനകത്ത് ചിലരൊക്കെ നമ്മൾ സുപരിചിതരാണ് ഓൾറെഡി. അതിനകത്ത് അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പയ്യൻ, അദ്ദേഹത്തിന്റെ പേര് സന്ദീപ് പ്രദീപ് എന്നാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പുള്ളിക്കാരൻ ഓൾറെഡി ഫാലിമിയിലൂടെ ഫേമസ് ആണ്. ഫാലിമി എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ആലപ്പുഴ ജിംഖാന, എല്ലാത്തിനകത്തും വലിയ വലിയ റോൾ ചെയ്തിട്ടുള്ള ഈ കഥാപാത്രം, ഈ പയ്യനാണ് സുരാജേട്ടനെയും ഷറഫുദ്ദീനെയും തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് ഒരു ഹീറോ സെൻട്രിക് ആയിട്ടുള്ള ഒരു കഥ, ഈ 4 കുട്ടികളുടെ ഇടയ്ക്കുള്ള ഒരു ഹീറോ ആയിട്ട് വരുന്ന കഥാപാത്രമാണ് ഇദ്ദേഹത്തിന് സന്ദീപ് പ്രദീപിന്റെ. അയാൾക്കും ഈ പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക തലങ്ങളിൽ കൂടി ട്രാവൽ ചെയ്യുന്ന കഥാപാത്രമാണുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കൂ. അയാളുടെ കാലിബർ എത്രത്തോളം ഉണ്ട്, അയാളുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്ന ഒരു സിനിമയാണ്. സന്ദീപ് പ്രദീപിന്റെ കരിയറിൽ വളരെ വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഈ കഥാപാത്രം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുരാജേട്ടന്റെ ഷറഫുവിന്റെയും പെർഫോമൻസ് കാണാൻ പ്രതീക്ഷിച്ചാണ് നമ്മൾ തിയേറ്ററിനകത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ എത്രത്തോളം ഞെട്ടിച്ചോ അതുപോലെ ഞെട്ടിയിലാണ് ഇദ്ദേഹം ഈ സന്ദീപ് പ്രദീപ് നമ്മളെ മലയാള പ്രേക്ഷകരെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്നത് ഈ ചിത്രത്തിലൂടെ. നിങ്ങൾ കണ്ടു നോക്കൂ. സീനിയർ താരങ്ങളെ കടത്തി വെട്ടുന്ന പാടവം മുഴുവൻ പ്രകടിപ്പിച്ചാണ് അദ്ദേഹം ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. സന്ദീപ് പ്രദീപിന്റെ ഗ്യാങ്ങിൽ മറ്റ് 3 ചെറുപ്പക്കാർ, പുതുമുഖങ്ങൾ പറയാൻ പറ്റില്ല, അവരുടെയും മുഖം നമുക്കെല്ലാം സുപരിചിതമാണ്. സോഷ്യൽ മീഡിയയിലൂടെയും റീൽസിലൂടെയും എല്ലാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവരെല്ലാവരും.
അതിനകത്ത് നമ്മൾ ഏറ്റവും അധികം ഇംപ്രസ് ചെയ്യുന്നത് അരുൺ പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരുണ്ട്. അവൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ കോമഡി സ്റ്റൈൽ പേഴ്സണലി എനിക്ക് ഏറ്റവും അധികം അതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ കോമഡി പുള്ളിക്കാരൻ്റെ ആയിരുന്നു. സ്റ്റൈലും പുള്ളി സംസാര രീതിയും എല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ സാഫ് ബോയ്, പിന്നെ അരുൺ അജ്കുമാർ എന്ന് പറഞ്ഞ ഈ രണ്ടുപേരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, എല്ലാവർക്കും സുപരിചിതരായിരിക്കും. അവരും ഗംഭീരമായിട്ട് തകർത്തഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെ ആ കോംബോ വർക്കൗട്ട് ആയതാണ് ഈ സിനിമയുടെ ബാക്ക് ബോൺ അല്ലെങ്കിൽ സക്സസ് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഈ പുരുഷ കഥാപാത്രങ്ങൾ നിറഞ്ഞാടുന്നുകൊണ്ട് അധിക സ്പേസ് ഇല്ലാത്ത ഒരു സിനിമയാണെങ്കിലും സ്ത്രീ കഥാപാത്രങ്ങളും നല്ല ഭംഗിയായിട്ട് വൃത്തിയായി ചെയ്തിട്ടുണ്ട് അവർക്ക് കിട്ടിയ ക്യാരക്ടറുകൾ. അതിനകത്ത് മെയിനായിട്ട് നിരഞ്ജന അനൂപ് വൃത്തിയായി തനിക്ക് കിട്ടിയ ഹീറോയിൻ ലൈക്ക് ഒരു ക്യാരക്ടർ, ഓൾമോസ്റ്റ് ഹീറോയിൻ എന്ന് തന്നെ പറയാം, പക്ഷെ അതിന് അത്ര പ്രാധാന്യമില്ലാത്ത ഒരു ഹീറോയിൻ റോളെന്ന് ഞാൻ പറയും. അതുപോലെ പൂജ മോഹൻരാജ് വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. സുരാജേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള വേഷം വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള തലങ്ങളിലൂടെയൊക്കെ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അത് കൂടാതെ ഷറഫുദ്ദീൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീനുണ്ട്. തിയേറ്റർ ഒന്നടങ്കം തലകുത്തി മറിഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗും ഒരു ഷോട്ടും ഉണ്ട്. കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കൂ. അത് കണ്ടിട്ട് ചിരിക്കാത്ത ആരും തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അൺലസ് നിങ്ങൾ തിയേറ്ററിനകത്ത് ഉറങ്ങുകയല്ലാന്നുണ്ടെങ്കിൽ. ഉറങ്ങാൻ ചാൻസ് ഇല്ല ഇവിടെ കണ്ടാലും. പിന്നെ മറ്റേ വേറൊരു സീൻ, നമ്മുടെ അരുൺ പ്രദീപിൻ്റെ വേറൊരു സീക്വൻസ് ഉണ്ട്. അതും എല്ലാ പ്രേക്ഷകരെയും മലയാളികളെല്ലാവരെയും കുടുകൂടാ ചിരിപ്പിക്കുന്ന അങ്ങനെ ഒന്ന് രണ്ട് സീനുകൾ. അതായത് നമുക്ക് ഡെയർ നോട്ട് ടു ലാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുമെങ്കിൽ ചിരിക്കാതിരിക്കൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഒന്ന് രണ്ട് സീനുകളുണ്ട്. ആരായാലും ചിരിച്ചു പോകും. അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു എന്റർടൈനറാണ്. പിന്നെ നമ്മൾ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് പറയാനായിട്ട് ഒന്ന് രണ്ട് നെഗറ്റീവ് പോയിന്റ്സ് ഞാൻ ശ്രദ്ധിച്ചത്. ഒന്ന്, നമ്മൾ ഈ ബോഡി കൺട്രോൾ, ബോഡി സ്വാപ്പ് എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റുകൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റുമെങ്കിലും, ഫാന്റസി ആണെന്ന് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ പോലും ഇതിനകത്ത് അല്ല ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ കഥയിൽ അല്പം കോംപ്ലക്സ് ആവുന്നുണ്ട്, കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട് സെക്കൻഡ് ഹാഫിന്റെ തുടക്കം മുതൽ കഥ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആവുന്നു. നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ കയ്യിൽ നിന്ന് സ്ലിപ്പാവാൻ തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളത് ശ്രദ്ധിച്ച് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ. ഇതിൻ്റെ തിരക്കഥാകൃത്തും ഡയലോഗ്സ് എല്ലാം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് വളരെ വ്യക്തമാക്കി നമുക്കത് പറഞ്ഞു തന്ന് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ബോർഡിൽ പോലെ ക്യാരക്ടേഴ്സിനൊക്കെ എഴുതിയിട്ട് വളരെ ഗംഭീരമായിട്ട് അവരത് പ്രസന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണമായിരുന്നോ എന്നുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ഒരു കഥ പറയാൻ വേറെ മാർഗമില്ലായിരിക്കും, അവരോട് കുറ്റമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ച് പ്രായമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ആ ഒരു ഏരിയ ഒരു പക്ഷേ അത് ഗ്രഹിച്ചെടുക്കാൻ കുറച്ച് ആവാൻ വഴിയുണ്ട്. ശ്രദ്ധിച്ചിരുന്ന സീരിയസ് ആയിട്ട് മൂവി കാണുന്ന ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. പക്ഷെ അല്ലാത്തവർക്ക് അത് നമുക്കത് ദഹിച്ചെടുക്കാൻ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരുന്ന ചില എക്സ്ട്രാ ഡിമെൻഷൻസ്, അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അത് സ്പോയിലറായി പോകും, ഞാൻ പറയുന്നില്ല. പിന്നെ അതിനകത്ത് വളരെ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്ത ഒരു പോയിന്റ് വളരെ അരോചകമായി തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇഷാൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വളരെ മനോഹരമായിട്ട് കഥാപാത്രം ചെയ്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള ആക്ടറാണ് അദ്ദേഹം. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടർ. മാർക്കോ സിനിമയിലെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മൾ വളരെ ആസ്വദിച്ച ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. ഇതിനകത്ത് വളരെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഡാൻസ് സീക്വൻസിൽ എന്തുകൊണ്ടോ ഡയറക്ടർ ശ്രദ്ധിക്കാത്തതാണോ അതോ അവരെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതാണോ വളരെ അരോചകമായി തോന്നി അദ്ദേഹത്തിന് നൃത്തം. ക്ലാസിക്കൽ ഡാൻസ് അദ്ദേഹത്തെ ചെയ്യിപ്പിക്കണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഘട്ടമുണ്ട് അതിനകത്ത്. പാട്ട് സീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വളരെ മനോഹരമായിട്ട് നല്ല ഭംഗിയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഡാൻസ് സീക്വൻസിൽ ക്ലാസിക്കൽ ഡാൻസ് അറിയാത്ത ഒരാളെ ചെയ്യിപ്പിക്കുമ്പോഴുള്ള വൃത്തികേട്, അരമണ്ഡലമൊക്കെ മുഴുമണ്ഡലമായി പോകുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ അതിനകത്ത് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. അതെനിക്ക് വളരെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അത്ര അരോചകമായിട്ട് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ അത്രയ്ക്ക് എൻജോയ് ചെയ്ത് പോയതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ റെഡിയാണ്. അതുപോലെ ഞാൻ സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ പടം കാണണം, അതല്ലെങ്കിൽ OTT-ലോ ചാനലിലോ കാണണം. നിങ്ങളും കണ്ട് ആസ്വദിക്കുമെന്ന് കരുതുന്നു. ഷാരോൺ ജെയിംസ് സൈനിങ് ഓഫ്.
അതുപോലെ ഒരു വാൽകഷ്ണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബോണസ് കിട്ടി ഈ സിനിമ കാണാൻ പോയപ്പോൾ. സിനിമ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഞങ്ങളോട് ഒരു 4-5 മിനിറ്റ് സമ്മതിക്കുകയുണ്ടായി. ഞാൻ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. Mark 2 undo.